ഈ തിരക്ക് പിടിച്ച ലൈഫിൽ നമ്മളെ റിലാക്സ് ചെയ്യാനും പ്രൊഡക്റ്റീവ് ആക്കാനും നമുക്ക് നമ്മളെ തന്നെ കെയർ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള കുറച്ച് സെൽഫ് കെയർ ഹാബിറ്റ്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ തിരക്കുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് ഒരല്പസമയം നമ്മുടെ പുറത്ത് നമ്മുടെ വീടിന് ചുറ്റും തന്നെ അല്ലെങ്കിൽ വീടിൻ്റെ ടെറസിലോ എവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നല്ല വെളിച്ചവും വെയിലും കാറ്റുമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. നമുക്ക് ചെറിയൊരു ഗാർഡൻ ഉണ്ടെങ്കിലോ പൂക്കളുണ്ടെങ്കിലോ ഒക്കെ നമ്മൾ അതിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കണ്ണുകൾക്കും എല്ലാം നമ്മുടെ മനസ്സിനും എല്ലാം നല്ലൊരു റിലാക്സേഷനാണ് ഇത് തരുന്നത്. എന്താ പറയുക, നമുക്കൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് സ്ക്രീൻ കാണുന്നത് പകരം സ്ക്രീൻ കാണാനൊക്കെ നമ്മൾ ടൈം അലോക്കേറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് കുറച്ചൊരു സമയം നമുക്ക് പുറത്ത് ജസ്റ്റ് ഒന്ന് ഒരു ബ്രീഫ് വാക്കിന് പോകാനും എല്ലാം നമ്മൾ സമയം കണ്ടെത്തുക. അപ്പം നമുക്ക് നല്ലൊരു റിലാക്സിങ് ആയിട്ടുള്ളൊരു സമയമായിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു സെൽഫ് കെയർ ആക്ടിവിറ്റി ആയിരിക്കും ഇത്. ഇനിയത്തെ ഒരു കാര്യമാണ് നമ്മുടെ ജോലികൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും നമുക്ക് ജോലികൾ പെൻഡിങ് കിടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീടൊന്നും ഒതുങ്ങിയിരുന്നില്ലെങ്കിൽ നമുക്കൊരു മനസ്സിനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള സമാധാനമായിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടാറില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ട ജോലികൾ കംപ്ലീറ്റ് ചെയ്തിട്ട് റിലാക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടും. നല്ലൊരു ആംബിയൻസിലായിരിക്കും നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുന്നതും. അപ്പോൾ മാക്സിമം തന്നെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും അതത് ടൈമിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാനും അതത് സമയത്ത് കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അത് നല്ല റിലാക്സിങ് ആയിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളിൽ നിന്ന് കാര്യമായിട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം നമുക്ക് ഒന്ന് ലെറ്റ് ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കാമായിട്ടിരിക്കണം. ബട്ട് നമുക്ക് നമ്മുടെ കൂടെ ആ ടൈമിൽ നമ്മുടെ കൂടെ ഇരിക്കാൻ പറ്റിയ ആൾക്കാരാണ് പെറ്റ്സ്. അവർ നമ്മളോട് കാര്യമായിട്ടൊന്നും സംസാരിക്കത്തുമില്ല. അപ്പം നമുക്ക് നമ്മളോട് പരാതി പറയുമോ നമ്മൾ ചെയ്തത് തെറ്റായി എന്ന് പറയുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം അത് നല്ലൊരു കാര്യമായിരിക്കും. നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാവുന്ന വലിയൊരു കാര്യമാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കാനുള്ളത്. വെള്ളം കുടിക്കുന്നതിൻ്റെ ഗുണങ്ങളൊന്നും ഞാനിവിടെ പറയേണ്ട കാര്യമില്ല. അത്രയധികം ഗുണങ്ങളാണ്. ഫിസിക്കലാണെങ്കിലും പിന്നെ നമ്മൾ മൊത്തത്തിലൊന്ന് നമ്മുടെ ബോഡീനെ റിലാക്സ് ചെയ്യിപ്പിക്കാനും ആക്റ്റീവാക്കാനും നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഡൈജഷനും മെറ്റബോളിസത്തിനും പിന്നെ എല്ലാത്തിൻ്റെ ഹെൽത്തിനും സ്കിന്നിനും ഹെയറിനും എല്ലാത്തിനും വെള്ളം ആവശ്യമാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇടവേളകളിൽ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓരോരുത്തർക്കും കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളുണ്ടാവുമല്ലേ. അതുപോലെ തിരക്ക് പിടിച്ച സമയത്ത് നമുക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളുടെ മീ ടൈം എടുക്കുക, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. എല്ലാത്തിനും നമ്മൾ കൃത്യമായിട്ട് ഒരു വര വരച്ച് ഹെൽത്തി ആയിട്ടുള്ളത് അങ്ങനെ നോക്കാതെ കുറച്ച് നമ്മുടെ മൈൻഡിനെ സാറ്റിസ്ഫൈ ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. ഇഷ്ടമുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കുക, ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. റിലാക്സ് ഒന്ന് കാം ഡൗൺ ആയി ലെറ്റ് ഔട്ട് ചെയ്യാനുള്ളൊരു ചെറിയൊരു 5 മിനിറ്റ് സ്പേസ് എങ്കിലും നമ്മൾ കൊടുക്കുക. കിച്ചൺ മാക്സിമം നല്ലപോലെ ക്ലീൻ ചെയ്തിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൗണ്ടർ ടോപ്പൊക്കെ ക്ലിയർ ചെയ്ത് നല്ലപോലെ ഒന്ന് സെറ്റാക്കി ഇടാൻ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം പിന്നീട് കുക്ക് ചെയ്യാൻ വരുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലൊന്ന് റിലാക്സ്ഡ് ആയിരിക്കും കിച്ചൺ ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ നമുക്ക് സമയം കിട്ടുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കൊച്ചു സ്പേസ് ഡീക്ലട്ടർ ചെയ്യാം. ഡീക്ലട്ടർ ചെയ്യുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോയി നമുക്ക് കൂടുതൽ സ്ഥലം കിട്ടും. ഒബ്വിയസ് ആയിട്ടുള്ള ഒരു കാരണമാണ്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു സ്പേസും ക്ലട്ടേർഡായി എടുക്കുമ്പോൾ ആ ഒരു ക്ലട്ടറിൻ്റെ ഭാരം നമ്മുടെ മനസ്സിലും ഉണ്ടാവും. അപ്പം ആ ഒരു കൊച്ചു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ക്ലട്ടർ റിമൂവ് ആവുന്നത് നമ്മുടെ മൈൻഡിനെ റിലാക്സ് ആക്കാൻ വേണ്ടി ചെയ്യും. അപ്പോൾ അത് നമ്മുടെ വീട് കൂടുതൽ ക്ലീൻ ആവാനും കൂടുതൽ സ്റ്റോറേജ് സ്പേസ് കിട്ടാനും നമുക്ക് എന്തെങ്കിലും പോയ സാധനങ്ങൾ തിരികെ കിട്ടാനും അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്തത് മാറ്റി നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ളത് മാത്രം നമ്മുടെ സ്പേസിൽ ഇരിക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അത് മാക്സിമം നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഇൻ്റർവെൽസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ കമ്പാരിറ്റീവ്ലി നമുക്ക് സമയം കൂടുതലുള്ള ദിവസങ്ങളിൽ നമ്മൾ ഡീക്ലട്ടറിങ്ങിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക.
ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വൈറ്റ് സ്റ്റീൽ കബോർഡ് ഒന്ന് ഡീക്ലട്ടറിങ് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൻ്റെ കഴിഞ്ഞ വർഷത്തെ ബുക്സ് ഞാൻ ഡീക്ലട്ടറിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ആ ഒരു കബോർഡിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊരു സമയം കിട്ടിയപ്പോഴത്തേനും പഴയ ബുക്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇപ്പോഴാണ് ആക്ച്വലി ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്തായാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ. നമുക്ക് എപ്പോഴാണോ കഴിയുന്നത് അപ്പോൾ മാക്സിമം പോസിബിൾ വേഗത്തിൽ തന്നെ ഓരോ സ്പേസും ഡീക്ലട്ടറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പെൻഡിങ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ഡീക്ലട്ടറിങ് കംപ്ലീറ്റ് ചെയ്യുന്നതും അതുപോലെ എന്തെങ്കിലും ക്ലീനിങ് ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അതും കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മുടെ മെൻ്റൽ വെൽബീയിങ്ങിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ആ ഒരു സ്പേസ് പിന്നീട് നമ്മൾ കാണുമ്പോഴത്തേനും നമ്മൾ ഒത്തിരി റിലാക്സ്ഡ് ആയിരിക്കും. ഇനി നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് നമ്മളുടെ സ്കിൻ കെയറും അതുപോലെ ഹെയർ കെയർ, ഫുഡ് കെയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് നമ്മുടെ കിച്ചണിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് കുറച്ച് ഇഷ്ടത്തോടു കൂടി നല്ല സ്മെല്ലൊക്കെയുള്ള ഫേസ് മാസ്കുകൾ അങ്ങനെ ട്രൈ ചെയ്യുന്നതും നമ്മുടെ ഒരു വെൽബീയിങ്ങിന്, നമ്മുടെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷന് ഹെൽപ്പ് ചെയ്യും. നമുക്കിഷ്ടമുള്ള ഒരു സമയത്ത്, നമുക്ക് പകലാണ് സമയം എന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സമയത്ത് നമ്മൾ റീഡിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് റിലാക്സ് ചെയ്യാനും വേറൊരു വേൾഡിൽ പോകാനും അതുപോലെ നമ്മളെ കൂടുതൽ നോളേജബിൾ ആക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ആക്ടിവിറ്റിയാണ് റീഡിംഗ് എന്ന് പറയുന്നത്. അത് ഒത്തിരി വലിയ ക്ലാസിക്സോ ഒത്തിരി വലിയ കട്ടിയുള്ള ബുക്സോ ഒന്നും ആവണമെന്നില്ല. നമുക്ക് തന്നെ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ടൈപ്പ് ഓഫ് ബുക്സ് വെച്ചിട്ടാണെങ്കിലും മതി. അപ്പോൾ മേക്ക് ഷുവർ നമ്മൾ റീഡിങ് ചെറുതായിട്ടെങ്കിലും നമ്മുടെ ഹാബിറ്റ്സിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. കാരണം നമ്മൾ എൻഡ്ലെസ്ലി നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ സ്ക്രോൾ ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പോൾ ഒരു 10-15 മിനിറ്റെങ്കിലും നമ്മളുടെ എന്താ പറയുക, ഡെയിലി ആക്ടിവിറ്റിയിൽ റീഡിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളെ അമ്മമാർ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നവരാണല്ലേ. വീട്ടിലെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, പുറത്തുള്ള കാര്യങ്ങൾ, അതുപോലെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എല്ലാം കൂടി മാനേജ് ചെയ്ത് വരുമ്പോൾ പല കാര്യങ്ങളും മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസത്തേക്കുള്ളത് അല്ലെങ്കിൽ ഒരു വീക്കിലോട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്ത് വയ്ക്കുക, ഒന്ന് എഴുതി വയ്ക്കുന്നത്, ഒരു ഡയറി എടുത്തിട്ട് ഒന്ന് എഴുതി വയ്ക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർമ്മ വിട്ടു പോകുന്നത് ഒഴിവാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതൊന്ന് എഴുതി നോക്കുക. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് ഇടയ്ക്ക് അതൊന്ന് റിവ്യൂ ചെയ്തിട്ട് ചെയ്ത കാര്യങ്ങളൊന്ന് കട്ട് ചെയ്ത് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്ത് അങ്ങനെ ഒന്ന് പരീക്ഷിക്കുക. അത് നമ്മുടെ മൈൻഡിനെ ഒന്ന് ഓർഗനൈസ്ഡ് ആക്കി നിർത്താനും അതുപോലെ നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വിട്ടുപോവാതെ നല്ല ഈസി ആയിട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മൾ രാവിലെയോ വൈകിട്ടോ നമ്മൾ ജേർണലിങ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ടാവില്ലേ, ആ ചിന്തകളെ ഒന്ന് ഒരു ബുക്കിലോട്ട് പകർത്തുന്നത് നമ്മുടെ മൈൻഡിനെ ഒന്ന് ലൈറ്ററാക്കാനും പിന്നെ നമ്മൾ ആരോടോ എന്തൊക്കെയോ പറയാനും എന്തൊക്കെയോ നമുക്ക് തന്നെ ക്ലിയർ ആവാതെ നിൽക്കുന്ന കുറേ കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ആക്കി വിടാനും എല്ലാം ഈ ജേർണലിങ് ഹെൽപ്പ് ചെയ്യും. പലതരത്തിലുള്ള ജേർണലിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്യൂട്ട് ആവുന്നത് ഏതാണെന്ന് വെച്ചാൽ ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ജസ്റ്റ് ബുക്കിലോട്ട് ഒരു പേപ്പറിലോട്ട് പകർത്തിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. കൂടുതൽ നമ്മൾ ജേർണലിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജേർണലിങ്ങിൻ്റെ ഡിഫറെൻറ്റ് തരത്തിലുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ പോവുക. എന്തായാലും അത് നമ്മുടെ മൊത്തത്തിലുള്ള ഹെൽത്തിന്, മെൻ്റൽ ഹെൽത്തിനും റിലാക്സ്ഡ് ആവാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എന്തെങ്കിലും തരത്തിലുള്ളൊരു പുതിയൊരു ഹോബി സ്റ്റാർട്ട് ചെയ്യുക. എന്താണെങ്കിലും മതി. ചെറിയ പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ എംബ്രോയിഡറിയോ സ്റ്റിച്ചിങ്ങോ ഗാർഡനിങ്ങോ എന്താണ് നമുക്കിഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അതൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. അത് നമ്മളുടെ ഡെയിലി റുട്ടീനിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ഇത് നമുക്ക് മൊത്തത്തിൽ റിലാക്സ്ഡ് ആവാനും എന്നും ഒരേപോലെയുള്ള കുക്കിങ്ങും ക്ലീനിങ്ങും ജോലികളിൽ പെട്ടിട്ട് നമുക്ക് മൊത്തത്തിൽ ഒരു മടുപ്പ് വരുന്നത് ഒഴിവാക്കാനും നമ്മളുടെ ക്രിയേറ്റീവായിട്ടുള്ള മൈൻഡ് നമ്മുടെ സൈഡിനെ ഉണർത്താനും
ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലൊരു ഹോബി ആയിട്ടുണ്ടെങ്കിൽ പയ്യെ അതിലോട്ടൊക്കെ ഒന്ന് എന്താ പറയുക, തിരിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എക്സസൈസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും നമ്മൾ ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും തരത്തിലുള്ളൊരു ഫിസിക്കൽ എക്സസൈസ് ഇപ്പം നമുക്ക് യൂട്യൂബിൽ നോക്കിയാണെങ്കിലും വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിലെന്തെങ്കിലുമൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നടക്കാൻ പോവുക, സ്കിപ്പിങ് ചെയ്യുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മുടെ ഡെയിലി റൂട്ടീൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സെൽഫ് കെയർ ഹാബിറ്റ്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു മോട്ടിവേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് പറയാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക നിങ്ങൾക്ക്. അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കതൊരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ മാക്സിമം അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളിടയ്ക്ക് പറയുന്ന സജഷൻസ് എല്ലാം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. നമുക്ക് മാക്സിമം നല്ല വീഡിയോസായിട്ട് കൂടുതൽ ഓഫൺ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം ഞാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.